വീണ്ടും തലകളെ വണക്കാം. കുറിയലായിസോന് അർഹനായ ദൈവമായ കർത്താവേ, സർവ ചരാചരങ്ങളും അങ്ങയെ ആരാധിക്കുന്നതായ ഈ സന്ധ്യാവേളയിൽ നിന്റെ പുത്രത്വത്തിൻ്റെ അവകാശികളായ ഞങ്ങൾക്ക് ഈ മനോഹരമായ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവെ ഈ പെരുന്നാളിൻ്റെ സുഹൃതം പുണ്യം അനുഭവിക്കാനും നീ ഇടയാക്കിയിരുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിന്റെ വന്യ വൈദിക ശ്രേഷ്ഠർക്കായ സ്തോത്രം. കർത്താവ് ഈ നാളുകളിലൊക്കെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. വചനം ഞങ്ങൾക്ക് അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയ്ക്ക് വെളിച്ചമായി എന്നും കൂടെയുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ മഹത്വം കരയറ്റുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധകളെ തിരിക്കുമ്പോൾ നീ ഞങ്ങളിൽ മനസ്സലിയണമേ. ആകേണ്ടുന്നതുപോലെ ജീവിപ്പാൻ തിരുവുള്ളം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിവിടെ വന്നു കൂടിയത് ഒരു ചടങ്ങ് മാത്രമായിട്ടില്ലാതെ ദൈവനാമ മഹത്വത്തിന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിന് ഒക്കെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം രുചിച്ചറിഞ്ഞ് അത് ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ, ഈ ലോകത്തിൽ വിളക്കുകളായി ശോഭിപ്പാൻ, ഉപ്പായി അലിഞ്ഞ് ഇല്ലാതായി തീരുവാൻ, അങ്ങനെ ക്രൂശ് ജീവിതത്തിൻ്റെ പാതയായി മാറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ആലയത്തിൽ വന്നുകൂടിയ നിന്റെ മക്കൾക്കായി സ്തോത്രം. അവരുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ മധ്യത്തിലും നിനക്കായി വേർതിരിച്ച് അവർ ഈ ആലയത്തിലായിരിക്കുന്നുണ്ട്. നിന്റെ മക്കളുടെ സമർപ്പണത്തെ നീ മാനിച്ച് നന്മകളാൽ നിറയ്ക്കണമേ. കുടുംബജീവിതം ധന്യമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ചാട്ട് അല്പസമയം തിരുവചനത്തിൽ നിന്ന് കേൾപ്പാൻ ഇടം നൽകണമേ. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. അത് ഹൃദയത്തിന് അനുഗ്രഹവും കർത്താവെ പാതകൾക്ക് കൂടുതൽ തെളിവും നൽകുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയൊക്കെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ ഷിനുവച്ചൻ, സഹോദര പട്ടക്കാരൻ, പ്രിയപ്പെട്ട ഫദിയച്ചൻ, അവരുടെ കുടുംബാംഗങ്ങൾ, ഈ ഇടവകയിലെ വാത്സല്യനിധികളായ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ അല്പസമയം ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഒരു കാര്യവും അവിചാരിതമല്ല ദൈവ സന്നിധി എന്ന് ഞാൻ കരുതുകയാണ്. ദൈവം പ്രത്യേകമായി തൻ്റെ പദ്ധതി മൂലം ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ എന്നെ ആക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം പ്രത്യേകമായി നന്ദി. അച്ഛൻ പറഞ്ഞതായ വാക്കിങ്ങനെയാണ്: വന്ന അന്ന് തൊട്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ ഈ ഇടവകയിലെ അച്ഛന്മാരുമായിട്ടും അങ്ങനെ ഇവിടുത്തെ ആളുകളുമായിട്ടും ഒക്കെയും വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും പരസ്പരമുള്ളതായ സഹായത്തിലും ഒക്കെ നിലനിൽപ്പാനായിട്ട് ഇടയായി. അന്യദേശത്ത് നമുക്കതൊരു വലിയ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ്. സഹോദരി സഭകൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുകയും പരസ്പരം ആലോചനകൾ പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായി അച്ഛന്മാരിലൂടെ ലഭിച്ചതായ വലിയ വാത്സല്യത്തിനും അവരുടെ പ്രോത്സാഹനത്തിനും അവരുടെ എല്ലാ സഹായങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നിങ്ങളുടെ മ്യൂസിക്കൽ ഇവനിങ്ങിൽ വന്ന് സംബന്ധിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചു. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. അത് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടം തന്നെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവക ചുമതലക്കാർക്ക് അച്ഛന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇങ്ങനെ മനോഹരമായ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചതോ. ഇനിയും ഇത്തരത്തിൽ വല്ലപ്പോഴും ഒക്കെ പൈസ ആവശ്യമില്ലെങ്കിൽ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നതല്ല. പൈസയ്ക്ക് വേണ്ടി മാത്രമാകണ്ട, അതൊരു കൂട്ടായ്മയാണല്ലോ. ഇങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് കൂടെ ഒക്കെ ഒരുമിച്ച് ഇരുന്ന് കേൾക്കാനും, നിങ്ങളുടെ പള്ളിയിൽ വിളിച്ചാൽ ആൾ വരത്തില്ല. ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ ജനങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ഒക്കെ ഒരു അവസരമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അച്ഛൻ പറഞ്ഞു ഞാനൊരു പകുതി ഓർത്തഡോക്സുകാരനാണ്. ആ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയാണ്. ഞാൻ 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വളർന്ന ആളാണ്. ഒരു പക്ഷേ എന്നോട് ഇച്ചിരി കൂടെ കടന്നു ചോദിച്ചാൽ ഞാൻ ഇന്ന് അച്ഛനായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നും കൂടെ ചോദിച്ചാൽ നിങ്ങൾ പുറത്ത് ചെയ്ത് പറയല്ലേ.
ഇത് നിങ്ങൾ പറയും. ഞാൻ ഓർത്തഡോക്സ് പള്ളിയിൽ വളർന്നതുകൊണ്ട് അത്ര നല്ല ചിട്ടയോടെയാണ് ഞാൻ പള്ളിയിൽ പോവുകയും വളരുകയും ഒക്കെ ചെയ്തത്. അതെനിക്കിപ്പോൾ എവിടെ പറയുന്നതിന് എനിക്കതിനകത്തൊരു മടിയില്ല. എൻ്റെ സഭയിലെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടേ ഞാൻ ഓർത്തഡോക്സ് സഭയിലാണ് പഠിച്ചത്. കാരണം ഞാൻ അങ്ങനെ ഒരു ഓർത്തഡോക്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അഴക്കര MSS ഹൈസ്കൂൾ. നിങ്ങൾക്ക് ആരെങ്കിലും മാവേലിക്കരക്കാരുണ്ടോ? ഇവിടെ അനുഗ്രഹീതരായ ആളുകൾ. പുതിയകാവ് പള്ളിയുടെ കീഴിലുള്ള വഴിപാടി ഇടവകയിലായിരുന്നു ഞാൻ വളർന്നത്. പുതിയകാവ് പള്ളിയിലും ഈ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രായമൊക്കെ ഒരുപോലാണ് എങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. പെരുന്നാളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം, കാരണം ഈ പുതിയകാവ് പള്ളിയിലെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഈ സ്ഥലമൊക്കെ അറിയാം. മാവേലിക്കര, പുതിയകാവ് മുതൽ മാവേലിക്കര വരെയുള്ള വെടിക്കെട്ട് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കാണുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതൊരു കാഴ്ചയാണ്. അത് കാണുക എന്നുള്ള അടുത്ത വർഷം ഇത് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. റാസയും പെരുന്നാളും എന്തൊരു ആഘോഷമാണ്. വാസ്തവത്തിൽ നമുക്ക് ഈ സുഹൃതങ്ങളൊക്കെ ഇപ്പോഴൊക്കെ അങ്ങനെ ആ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു ദേശത്തിന്റെ ഉത്സവമായി പള്ളിയിലെ പെരുന്നാൾ ദേശത്തിന്റെ ഉത്സവം. ഒരുപക്ഷെ പിതാക്കന്മാർ ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ്. ദേശത്തെ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുക. നമ്മളിപ്പോ ഈ പ്രദർശനം ഇപ്പൊ നടന്നല്ലോ, പള്ളിക്കകത്തായിരുന്നു ആൾക്കാരെയും അച്ഛന്മാരും കുരിശും ത്രോണോസും എല്ലാം. എന്തിനായി പ്രദർശനം നടത്തിയത്? ഒരു രസം, ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ? മക്കളെ ചോദിച്ചാൽ എന്തോ പറയുന്നത്? ഈ പള്ളി തന്നെ അങ്ങ് പുറത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ ഒരു ആൾക്കാരെയും ഒരു ത്രോണോസും ഒരു വൈദികനും ഒരു ശുശ്രൂഷക്കാരും എല്ലാം ഈ പള്ളിക്ക് ചുറ്റും നമ്മുടെ മാവേലിക്കരയിലെ ഭാഷയിലൊക്കെ ഓടിക്കൂടെ നടക്കുക അല്ലേ? അങ്ങ് വചനം ജഡമായി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ആൾക്കാരെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അപ്പം ഇത് വലിയൊരു സ്വർഗത്തിന്റെ അനുഭവമാണ്. ഈ അനുഭവത്തിൽ പങ്കുചേരുവാൻ ഈ വർഷവും നമുക്ക് ദൈവം സാഹചര്യങ്ങളെ നൽകിയല്ലോ. എല്ലാവർക്കും ദൈവത്തിന്റെ വന്യമായ നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ ഒരു ജോലി ഇന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ ക്ഷീണം കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അരമണിക്കൂറൊക്കെ സംസാരിച്ചാൽ കേൾക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? കുഴപ്പമില്ല. വേദവചനത്തിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമോ? കുഴപ്പമില്ല. ഏതായാലും നല്ല നേതൃത്വം നിങ്ങളുടെ ഇടവകയ്ക്ക് ലഭിച്ചതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ അച്ഛന്മാർ വളരെ ടാലന്റുകൾ നിറഞ്ഞതായ അച്ഛന്മാരാണ്. അവരോട് കൂടെ ആയിരിക്കാനും ഒരു അവസരം ലഭിച്ചത് ഏറെ അനുഗ്രഹമായി എന്ന് ഞാൻ പ്രത്യേകമായിട്ട് കരുതുന്നു. നമ്മുടെ ഈ പെരുന്നാളിന് എന്ത് പേരാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു പെരുന്നാൾ നടത്തുകയാണ് അല്ലേ? എന്താ അതിന്റെ പേര്? പള്ളിപ്പെരുന്നാൾ. എന്നാൽ ഈ പെരുന്നാളിന്റെ പ്രത്യേകമായ പേരായിരുന്നു ചോദിച്ചത്. നിങ്ങൾ കേൾക്കാനായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പറയണം. മാതാവ്. ഇവിടെ അച്ഛൻ അവസാനം അത് പറഞ്ഞില്ലേ? മാതാവിന്റെ ഓർമ്മ പെരുന്നാൾ. ഇതിനൊരു പ്രത്യേക പേരുണ്ടോ? ശൂനോ. അതേത് ഭാഷയാണ്? സുറിയാനി. ഞാനൊരു ഇച്ചിരി കടന്ന കൈയാണ് ചോദിക്കുന്നത്. സുറിയാനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കുറിയലൈസ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ അതിന്റെ അർത്ഥം പറയും. അതായത് കടന്ന കൈയായിരുന്നു പറയുന്നത്. എന്താണ്? ലോർഡ് ഹാവ് മെർസി. അപ്പൊ ഞാൻ ഇനി കൂടുതൽ ചോദിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിന്റെ ആധികാരികത പെരുന്നാളുകളെ കുറിച്ച് പറയാനായിട്ട് ഈ അച്ഛന്മാരെക്കാളുള്ള കഴിവ് എനിക്കില്ല. അത് ഞാൻ സമ്മതിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും കിഴക്കിന്റെ സഭകളും എല്ലാം ചേർന്ന് നടത്തുന്നതായ, എല്ലാവരും ഒരുമിച്ച് ചേർന്നല്ല, എല്ലാവരും നടത്തുന്നതായ ഒരു പെരുന്നാളാണ്. ഒരു അനുസ്മരണമാണ്, ഒരു കൊണ്ടാടലാണ്, ഒരു സെലിബ്രേഷനാണ് ഈ വിശുദ്ധ മാതാവിന്റെ ഓർമ്മ പെരുന്നാൾ എന്നത്. ഷുനോയോലൻഡ് പ്രത്യേകമായിട്ട് ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ മാതാവാണ്
വിശുദ്ധ മറിയമാണ് ഇവിടുത്തെ കേന്ദ്രം, സെൻട്രൽ ക്യാരക്ടർ ഇവിടെയാണ്. ഈ ദിവസങ്ങളിലൊക്കെ മാതാവിനെ കുറിച്ച് പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുകയുണ്ടായോ? പള്ളിയിൽ വെച്ച് നിങ്ങളുടെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു? മാതാവിനെ കുറിച്ചൊക്കെ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ചിലതൊക്കെ ആവർത്തനമായിരിക്കും, നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. കേട്ട കാര്യങ്ങൾ തന്നെ. മാതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ലളിതമായി പറയണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവ് നമുക്ക് നൽകുന്നതായ വെല്ലുവിളി, വിശ്വാസ ജീവിതത്തിൽ മാതാവ് വിശുദ്ധ മറിയം നൽകുന്നതായ ചലഞ്ചസ്, ഇതാണ് എൻ്റെ ഒരു പ്രസംഗ വിഷയം. അപ്പൊ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേദപുസ്തകത്തിൽ ഇല്ലാത്തതായ ഒരു കാര്യമാണ് വിശുദ്ധ മാതാവിന്റെ മാതാപിതാക്കളെ കുറിച്ച്. നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ആരാണ് അവര്? പേരറിയാം. ഒരു ഇതൊരു ഡിക്ഷണറി ആണെന്ന് തോന്നുന്നല്ലേ? പേരെന്തോ? ബിന്ദു, നീതു. ഡിക്ഷണറിയാണ്, ഓർത്തഡോക്സ് ഡിക്ഷണറിയാണ്. പറഞ്ഞാണ് അമ്മയുടെ പേരറിയാം. അന്ന ആൻഡ് ജോയാക്കിൻ. ഓൾമോസ്റ്റ് സെയിം. വെരി ഗുഡ്. കർത്താവിനെ ജനനം മുതൽ മരണം വരെ, കർത്താവിന്റെ അവസാന നിമിഷം വരെയും അനുഗമിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏകയാണ് അത് മാതാവ്. ജനനം മുതൽ ജീവിതത്തിന്റെ അന്ത്യം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞവൾ എന്നുള്ള ഒരു വിശേഷണം നമുക്ക്. അതിലുപരിയായി നമ്മുടെ സഭാ വിജ്ഞാനീയത്തിലൊക്കെ അല്ലെങ്കിൽ ദൈവശാസ്ത്ര ഭാഷയിൽ അച്ഛന്മാരൊക്കെ പറയും തിയോട്ടോക്കോസ്. എന്തുവാ അതിനർത്ഥം? ദൈവമാതാവ്, ദൈവത്തിന്റെ മാതാവ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പം മദർ ഓഫ് ഗോഡ്, അങ്ങനെയാണ് ദൈവമാതാവ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുകയും ഈ മാതാവിനെ വീണ്ടും വീണ്ടും ജീവിതത്തിന്റെ ഒരു അനുഭവമാക്കി മാറ്റുവാൻ ആവർത്തിച്ച് പെരുന്നാളുകളിൽ നമ്മൾ കൂടുകയും ചെയ്യും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ഓർമ്മകൾ നടത്തുന്നത് ഈ മറിയയുടെ പേരിലാണ്. ഓർത്തഡോക്സ് സഭയിൽ കൂടുതൽ മറിയയുടെ പേരിലാണോ? കത്തോലിക്ക സഭയിൽ തീർച്ചയായിട്ടും അറിയാം, മറിയയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഒരു കലണ്ടർ ഇയറിൽ പെരുന്നാളുകളും സെലിബ്രേഷൻസും ഉള്ളത്. അപ്പൊ ഇതെന്താണ് ഇത്രമാത്രം ഒരു 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 ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യം ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ വിശ്വാസധാരയിൽ സഭാ ചരിത്രത്തിൽ നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലൊക്കെ ലഭിക്കുവാനായിട്ട് ഇടയായത്? അപ്പം മാതാവിന്റെ ധന്യമായ ജീവിതം തന്നെയാണ് ഇത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, യേശുവിനെ ഇത്ര അടുത്ത് അനുഭവിച്ച, അടുത്ത് അറിഞ്ഞയാൾ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നാണ്. ആ അർത്ഥത്തിൽ മാതാവിന്റെ ജീവിതം നമുക്കൊരു പാഠപുസ്തകമാണ്, ഒരു മാതൃകയാണ്. ഇറ്റ്സ് എ മോഡൽ, എ ലെസൺ, എവരിതിങ്. മാതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി ഈ അമ്മയോടുള്ള ഭക്തിയിൽ അന്തർലീനമായിരിക്കുന്നതായ ഒരു ഘടകം, വൺ എലമെന്റ്, that is the relationship between a mother and a child. അമ്മയും കുഞ്ഞും തമ്മിലുള്ളതായ ആത്മബന്ധം. KP അപ്പൻ അറിയാവുന്ന ആളാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സാഹിത്യമാണ്, എഴുത്തുകാരൻ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്നതായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ഹൈന്ദവനാണ്. എന്നാൽ തന്റെ എഴുത്തുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിന്റെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ പള്ളിയിൽ പറഞ്ഞ് അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെയും ഞാൻ വീണ്ടും ആവർത്തിക്കാം.
നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പോവുകയാണ്, ഈ KP അപ്പൻ ഇപ്പം വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ആ മൊബൈലിനകത്തോ വല്ലോ പെൻസിലൊന്നും എടുക്കത്തില്ലല്ലോ, അതിനകത്ത് വല്ല ഒന്ന് എഴുതി വെച്ചാൽ KP അപ്പൻ ഒരു പുസ്തകം, മലയാളത്തിലെ പുസ്തകമുള്ളൂ. സോറി, നിങ്ങൾക്ക് ബാക്കി അറിയാൻ വയ്യാത്തവർ നോക്കത്തില്ല. അദ്ദേഹം പക്ഷേ കോളേജിലെ അധ്യാപകനൊക്കെ ആയിരുന്നു, കൊല്ലത്തെ കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളല്ല ഇതാണ്. ഒരു മനോഹരമായ പുസ്തകമാണ് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം. പുസ്തകം മുഴുവൻ അതിനകത്ത് ഗ്രഹിച്ചിട്ടുണ്ട്. എത്ര ആവർത്തി വായിച്ചാലും എനിക്ക് മതിയാവുകയില്ല എന്നാണ് ഈ ഹൈന്ദവനായ അധ്യാപകൻ പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാതാവിനെ കുറിച്ചുള്ളതായ ഒരു പുസ്തകമാണ്. അതിന് അദ്ദേഹം ആ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. അദ്ദേഹം പറയുന്നത്, ഞാനിത് എഴുതി എനിക്കിതിന് എങ്ങനെയാണ് ഒരു പേര്, മനോഹരമായ ഒരു പേര് എനിക്കിത് നൽകണം. ഞാനിത് കണ്ടിട്ട് ആ പേര് അദ്ദേഹം കൊടുത്തത് എങ്ങനെയാണ്, മധുരമീ ജീവിതം, സ്വീറ്റ് ലൈഫ്. ഇത് മാതാവിനെ കുറിച്ച് പറയുന്നതാണ്, സ്വീറ്റ് ലൈഫ്. ഇത്ര മനോഹരം. ഇത് സാഹിത്യകാരന്റെ ഭാഷയാണ്, അത് ദൈവശാസ്ത്ര ഭാഷയല്ല. അതുകൊണ്ട് ഈ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം അവിടെ പറയുന്ന ഒരു പരാമർശം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം അമ്മ എന്ന വാക്കിന് ഒരു നിർവചനം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കാൻ സാധിക്കാത്ത മനസ്സിന്റെ വികാരമാണ് അമ്മ. കട്ടി മലയാളം അറിയാൻ വയ്യാത്തവർ എന്നോട് ക്ഷമിക്കുന്നു. വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കാൻ സാധിക്കാത്ത മനസ്സിന്റെ വികാരം. സോറി അച്ഛൻ. അപ്പോ ആഗസ്റ്റ് മാസം ഈ അമ്മയുടെ വാക്കുകൾ പരതുന്നതായ വേളയാണ്. നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഭക്തി നിർഭരമായി ഈ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ കാൽപാദങ്ങളിൽ ആയിരിക്കാൻ, അടുത്ത് നിന്ന് കാണുവാൻ, അടുത്ത് അനുഭവിക്കാൻ നമുക്ക് ഇടവകയായി അവസരമൊരുക്കിയല്ലോ. ചില ആശയങ്ങൾ, ചില ചിന്തകൾ, ചില വേദനകൾ ഈ അമ്മയോട് അടുത്ത് വരുമ്പോൾ ഏത് ഭക്തനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട് മറിയം സ്വീകരിച്ചതായ, അമ്മ സ്വീകരിച്ചതായ ആഭിമുഖ്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ, പൊസിഷനുകൾ, നിലപാടുകൾ ഇത്ര അമ്മ ഭക്തിയുള്ളതായ വിശ്വാസ ജനതയ്ക്ക് സ്വന്തം ജീവിതത്തിൽ വീണ്ടും ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നില്ല? ഒരു വേദനയായി അവശേഷിക്കും. അമ്മ എടുത്തതായ നിലപാടുകൾ അമ്മ വിശ്വാസിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അങ്ങനെ വല്ല നിലപാടുകൾ വല്ലതും എടുത്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ അന്വേഷിക്കണം. ഇതൊരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയെ എന്നാണ് വിളിക്കുന്നത്. അമ്മയെ തായി അങ്ങനെയൊക്കെ പാട്ടുകളാണ്, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഈ അമ്മയുടെ നല്ല മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നു. ഇനിയും ഈ അമ്മ ഒരു മകനെ ഈ ലോകത്തിന് രക്ഷകനായി നൽകിയെങ്കിൽ, ഈ അമ്മയെ പോലെ മാതാപിതാക്കളായ നമുക്ക് ഇത്രമാത്രം അടുത്തറിഞ്ഞിട്ടും, ഇത്രമാത്രം ഈ അമ്മയെ തിരിച്ചറിഞ്ഞിട്ടും ഒരു മകനെയോ ഒരു മകളെയോ ഈ ലോകത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എഗെയിൻ ഒരു സങ്കടം അവസാനിക്കുക. എത്രമാത്രം നമ്മൾ അമ്മയെ അടുത്തറിയുമ്പോഴും ഈ വേദനകൾ പിന്നെയും കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അടുത്തറിയുന്നതോറും അമ്മയിലേക്കുള്ള നമ്മുടെ ദൂരം കുറയാതെ കൂടുന്നത്? ഇത് ഓരോ ഭക്തനെയും വേദനയിലാക്കേണ്ടതായ ഒരു വിശ്വാസ ചോദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവശേഷിപ്പിക്കുക. ക്രിസ്തുവിനെ പോലെ നല്ല മക്കളെ രൂപാന്തരപ്പെടുത്തുന്നതായ അമ്മയപ്പന്മാരായി തീരുവാൻ നമ്മുടെ പെരുന്നാളുകൾ ഇടയായിത്തീരണം. അതാണ് പെരുന്നാളിലൂടെ നാം ആർജിച്ചതായ പുണ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറുള്ളതായ മക്കളെ നൽകുവാൻ കഴിവുള്ളതായ മാതാപിതാക്കൾ, ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളെ നൽകുവാൻ നമുക്ക് കഴിയും. അടുത്ത സമയത്ത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ, നാട്ടിലെ IAS കിട്ടുന്നതിനുള്ള എക്സാമിനേഷൻ ആണല്ലോ. മലയാളികളായ 3 പേരെ അതിനകത്ത് ക്വാളിഫൈഡ് ആയിരുന്നു. ആ 3 പേര് ഞങ്ങളുടെ
സഭയിലെ അംഗങ്ങളായി. അങ്ങനെ ഹയർ പൊസിഷൻ ആരോട് കുറെ ആളുകൾ കാണുന്നുണ്ട്. 8th റാങ്ക്, ഏറ്റവും ഫസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ഒരു അച്ഛൻ്റെ മകനായിരുന്നു, ചർച്ചിലെ ഒരു അച്ഛൻ്റെ മകൻ. അപ്പൊ അവനോട് പിന്നെ ആളുകളൊക്കെ കൂടുതൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വന്നു കഴിയുമ്പോഴത്തേന് പത്രക്കാരിൽ നിന്ന് ചോദിച്ചു, എന്താണ് താങ്കളുടെ ഒരു ജോണി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മാനവ സേവയ്ക്ക് വേണ്ടി ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ദൈവ സ്നേഹവും മാനവ സ്നേഹവും ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. So നമുക്ക് കിട്ടുന്നതായ privileges, how do we reflect about that? This is the pertinent questions I put forward. നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ മോർഗേജ് അടച്ച് തീർക്കണ്ടായിരുന്നു, പിന്നല്ലയോ ലോകത്തെ സംരക്ഷിക്കുന്ന കാര്യം. ലഭിക്കുന്നതായ ഓരോ അവസരങ്ങളും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായ ഒരു ജീവിതങ്ങളാക്കി മാറ്റുവാൻ പ്രിയ മാതാപിതാക്കളെ, മക്കളെ പരിശീലിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു മാതാപിതാക്കളായി മാറുവാൻ ഇത്ര അടുത്ത് വന്നിട്ടും ഈ അമ്മ നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ഈ ഭക്തിയിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് നാം ശാന്തമായി തിരിച്ചറിയും. ഇത് വെറും ഭക്തി മാത്രമാണ്, ഉപരിപ്ലവമായ ഭക്തിയാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഈ പെരുന്നാൾ നമുക്കിടയായി തീരണം. വേദപുസ്തകത്തിലെ അമ്മയുടെ 1-2 വാക്കുകൾ മാത്രം എടുത്ത് ഞാനിത് അവസാനിപ്പിക്കാം. എന്താണ് അമ്മ പറയാൻ വളരെ ചുരുക്കമായിട്ട് അമ്മയുടെ ഭാഷണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും. അതിൽ മനോഹരമായ ഒരു ഭാഷണം തിരുവചനം വേദപുസ്തകം ഉള്ള ആളുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും. ഉള്ളവരാരെങ്കിലും ഒന്ന് വായിക്കാമോ? മൊബൈലിലാണോ എല്ലാം? ഞങ്ങളും പകരം മൊബൈലിൽ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും? ഒരു അച്ഛൻ വന്നിട്ട് മൊബൈൽ വെച്ചിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും? ഇല്ല എങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യണം. എന്നിട്ട് വായിച്ചേ, ഇത്ര താമസം വായിച്ച മൊബൈൽ വായിക്കുന്നതിന് കുഴപ്പമില്ല, എഴുതണ്ട. 1 verse 38. And Mary said, Behold, I am the servant of the Lord. Let it be to me according to your word. എന്താ വായിച്ചത്? മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? എടുത്തിട്ടുണ്ടോ? മലയാളം വായിച്ചവരുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ വായിച്ചോളാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. പരിചിതമായ ഭാഗം. നിന്റെ ഹിതം പോലെ എനിക്ക് കഴിക്കും. I am the Lord's servant. Be it unto me according to thy will. 2 സെന്റൻസ് ആണ് ഇവിടെ നമുക്ക് മറിയയുടേതായി നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് പഠിക്കും. ഇത് വളരെ ക്രൈസ്തവ സഭയിൽ ആകമാനം മറിയയുടേതായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായ ഒരു വാക്ക്. ഞാനിതിപ്പോ പുതിയതായിട്ട് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നതാണ് എന്ന് എനിക്ക് ചിന്തയില്ല. നമ്മൾ ഒത്തിരി ഇത് കേട്ടാണ് മറിയ പറയുന്നത്. എപ്പോഴാ പറഞ്ഞത്? സന്ദർഭം നിങ്ങൾക്കറിയാമോ? എപ്പോഴാ പറഞ്ഞു? ഗബ്രിയേൽ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു. എന്താ പറഞ്ഞത് ഗബ്രിയേല്? നിനക്ക് ഞാൻ ഒരു മകനെ നൽകി, നീ അവനെ പ്രസവിക്കും, അവൻ ലോകത്തിന്റെ രക്ഷകർത്താവ്. ഇതാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇതിന്റെ ആദ്യത്തെ കാര്യം എടുക്കാം. ഐ ആം ദ ലോർഡ് സെർവന്റ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നമ്മൾ മറിയയെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ചൊക്കെ കേട്ടു. മറിയയെ കുറിച്ച് പറയുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടമായതായ ഒരു പെൺകുട്ടിയാണ്. ദാസി എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്, അതിന്റെ മൂലവാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൗലോസ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്. ഡൗലോസ് അച്ഛന്മാർക്കറിയാം, അത് പറയുന്നത് അടിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അടിമ പെൺകുട്ടി എന്ന പേരിലാണ് വേദപുസ്തകം മറിയയെ സ്വയം ആവിഷ്കരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണത് മീൻ ചെയ്യുന്നത്?
Mary was a slave girl. She was someone's property. That is the meaning of a slave. Mary was not from a high noble class of people. That is the meaning. So അതുകൊണ്ടെന്താ ദൈവം തിരഞ്ഞെടുത്തു ഈ ദാസിയെ, ഈ അടിമയെ. God chose a lowly, ordinary person for his task. ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി സാധാരണയായ ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചോളം ഏറെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിൻ്റെതായ ഒരു വാർത്ത. ഇതാണ് മേരി നൽകുന്നതായ ഒരു സന്ദേശം. സാധാരണയായ ആളുകളെ തന്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതായ ദൈവത്തിന്റെ പ്രവർത്തനം അത് മേരിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഐ ആം ദ ലോർഡ് സെർവന്റ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ഐ ആം എന്നുള്ള ടെൻസ് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് എന്നാണ് എന്റെ ചിന്ത. എന്താണ് അത് പറയുന്നത്? ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഈ പ്രസന്റ് ടെൻസിൽ ഞാൻ കർത്താവിന്റെ വിളിയോട് പ്രതികരിക്കുവാൻ തയ്യാറുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, അവിടുന്ന് വന്നവരാണ്, ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്നവരാണ്, ബ്രാഹ്മണരായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എല്ലാം നമ്മൾ പറയും. ഭയങ്കര പുകഴ്ചക്കാരൻ. പണ്ടത്തെ കാര്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയാണെങ്കിൽ അതാണ്, ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഇത്ര അച്ഛന്മാർ കത്തനാരന്മാരുണ്ടായിരുന്നു എല്ലാം. May I ask you one question in this night? What about your present day life? ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക്? ദൈവം കാലാകാലങ്ങളിൽ വേദപുസ്തകത്തിലൂടെ സംസാരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഇന്ന് ദൈവവിളിയോട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി കൂടുതൽ വ്യാകുലപ്പെടുകയും അതിൽ പുളകം കൊള്ളുകയും ചെയ്യുന്നത് നല്ലതാണ്, കുഴപ്പമില്ല. അതിൽ തന്നെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് ഇന്നത്തെ ജീവിതം ദൈവം വാസ്തവമായി മറുപടി അറിയിക്കുന്നു. ദൈവം ചോദിക്കുന്നു, വാട്ട് അബൌട്ട് യുവർ പ്രസന്റ് ലൈഫ്? ഇന്ന് ഞാൻ നിന്നോട് പറയുന്നതായ ശുശ്രൂഷയ്ക്ക് അംഗീകരിക്കുവാൻ, കേൾക്കുവാൻ, എന്റെ വിളിയോട് പ്രതികരിക്കുവാൻ നിനക്ക് സാധിക്കും. സോ അവർ ഫെയ്ത്ത്, Marian faith is rooted in the present context, present tense. അതുകൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതായ ഇന്നിന്റെ വിശ്വാസത്തിന്റെ ആളുകളായി മാറണം എന്ന് ഈ മേരിയുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞതായ കാര്യം according to thy will be it unto me. നിന്റെ ഹിതം പോലെ. എന്താണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ ഇതിനകത്തൊന്നും പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല. എന്ത് മനോഹരമായ കാര്യമാണ് ദൈവഹിതം പോലെ നടക്കുന്നത്, അല്ലേ? നമ്മളെപ്പോഴും പറയും, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പാട്ട് പാടുന്ന അല്ലേ, നിന്റെ ഹിതം പോലെ. നമ്മൾ ആ പാട്ട് പാടാറുണ്ടോ? ഞങ്ങൾ സാധാരണ പാടുന്ന പാട്ടുകളാണ്. ഇവിടെ എല്ലാം നേരത്തെ എല്ലാം തീരുമാനിച്ച് മറ്റടുത്ത് വന്ന് 2 ലക്ഷം രൂപ കുറവാന്ന് പറഞ്ഞപ്പോ അത് മാറി പുതിയ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് അത് പറഞ്ഞ ദൈവഗീതമാണ് പറയുന്നില്ല. എല്ലാം മനുഷ്യന്റെ പ്ലാൻ അനുസരിച്ച് ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾ പിന്നെ ദൈവത്തെ വിട്ടുകളയണ്ട, ദൈവഗീതം പോലെ പാടുക. അപ്പൊ ഈ ദൈവഗീതം അങ്ങനെ നിസ്സാരമായ ഒരു കാര്യമല്ല. എവിടെയാണ് മറിയയ്ക്ക് ഇതിന്റെ തീവ്രത ലഭിച്ചത്? നമ്മളിവിടെ പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗബ്രിയേൽ പറഞ്ഞു, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആരോടാണ് പറഞ്ഞത്? അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. മറിയ എങ്ങനത്തെ സാഹചര്യത്തിലാണ്? വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതായ കന്യകയായ പെൺകുട്ടിയോടാണ്. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നറിഞ്ഞാൽ ലഭിക്കുന്നതായ പരിണിത ഫലം എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാമോ? എന്താണ്? സ്റ്റോണിംഗ്.
കല്ലെറിഞ്ഞ് കൊല്ലണം പാളയത്തിന് പുറത്ത്. അപ്പോൾ നിന്റെ ഹിതം പോലെ എനിക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ മുന്നിൽ ഒരു കാര്യമേ ഉള്ളൂ. ജോസഫ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഭാവി എങ്ങനെയായി തീരുമെന്നൊന്നും പറഞ്ഞില്ല. നിനക്കൊരു കൊച്ചനുണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആഫ്റ്റർ ഓൾ നിനക്കെന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയും. ഒരു കാര്യം മാത്രം അറിയാം, ഈ ലോകത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ മറിയ ഈ വാർത്തയുമായി പുറത്തിറങ്ങിയാൽ അവളെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു പോയി. അത്രയും മാത്രം ഉറപ്പുള്ളൂ. എന്നിട്ടും സ്റ്റിൽ ഷീ ബിലീവ്, ഷീ ആക്സെപ്റ്റ് ഗോഡ്സ് വിൽ ആസ് ഹെർ. ദൈവഹിതം തന്റെ ഹിതമായി രൂപപ്പെടുത്തുന്നതായ ഈ അത്ഭുത ജീവിതത്തെയാണ് നാം ആരാധിക്കുകയും വണങ്ങുകയും പെരുന്നാളുകൾ. ദൈവഹിതം എന്റെ ജീവിതമായി മാറണം എന്ന് അത്യപൂർവമായി പറയുന്നതായ അനുഗ്രഹീതമായ ജീവിതത്തെയാണ് നാം കൊണ്ടാടുക. അതാണ് ഇതിന്റെ പ്രത്യേകത. വേദപുസ്തകത്തിൽ മറ്റു രണ്ട് കഥാപാത്രങ്ങളെ കൂടെ ഉണ്ട്. ദൈവഹിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റില്ല. ഒന്ന് അബ്രഹാമും അവന്റെ സഹോദരപുത്രനായ ലോത്തും. അവര് രണ്ടുപേരും ഒരു യാത്രയിൽ പോയി. യാത്ര കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനിയും നമുക്ക് ഒരുമിച്ച് പോകാനും ജീവിക്കാനും പ്രയാസം. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാം, നമുക്ക് രണ്ടായിട്ട് പിരിയാം. അപ്പൊ നമുക്ക് രണ്ടായിട്ട് പിരിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ആര് തീരുമാനിക്കും? അപ്പോൾ അബ്രഹാം പറഞ്ഞു, എങ്ങനെ വേണേലും തീരുമാനിക്കാം. അപ്പോൾ ലോത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന പ്രദേശമൊക്കെയും നീരോട്ടമുള്ള സ്ഥലം, അതുകൊണ്ട് ഈ നീരോട്ടമുള്ള സ്ഥലമൊക്കെയും ഞാൻ എന്റെ സ്ഥലമാക്കി ഞാൻ തിരഞ്ഞെടുക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ട്. തിരഞ്ഞെടുത്ത് കണ്ണിന് കുളിർമയുള്ളത്, കാണാൻ ഇമ്പകരമായത്, നല്ല ഫലസമൃദ്ധമായ fertile land. So the future is almost certain here. Future is very he will get a glorious future, that is 100% sure according to his will. എന്നാൽ അബ്രഹാം പറഞ്ഞു, ഇനിയും ഇതൊന്നും ഇല്ലാത്ത ഫലമൊന്നും കായ്ക്കാത്തതായ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇനി ബാക്കി. നിനക്കത് വേണ്ടായെങ്കിൽ ഞാനത് എടുത്തോളാം. അത് ഞാൻ ദൈവഹിതമായി കരുതിക്കണം. അങ്ങനെ സ്വന്തം ഇഷ്ടമല്ലാതെ തിരഞ്ഞെടുത്തതായ അബ്രഹാമിന്റെ ജീവിതവും തുടർന്ന് സംഭവിക്കുന്നതായ ലോത്തിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങളും നാം കാണുന്നു. സ്വന്തം കുടുംബത്തെ നഷ്ടമായി, ഭാര്യ പോലും ഉപ്പുതൂണായി മാറി, ജീവിതം തന്നെ നശിച്ചു പോയി. എല്ലാം നിശ്ചയമെന്ന് കരുതി സ്വന്തം തീരുമാനത്താൽ മുന്നോട്ട് പോയ ആളിന്റെ ദുരന്തവും ദൈവഹിതം അതുപോലെ സ്വീകരിച്ച് സ്വന്തം മകനെ ദൈവഹിത പ്രകാരം യാഗമായി നടപ്പിക്കാൻ നടത്തിയതായ ധീരമായ വിശ്വാസത്തിന്റെ തീവ്രതയിൽ പോയതായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ബാക്കിപത്രം, വിശ്വാസികളുടെ പിതാവെന്ന് പേര് അവനെ ചാർത്തിക്കൊടുത്തു. തലമുറകളോളം, ലോകമുള്ള കാലത്തോളം, ക്രിസ്തീയ സഭയുള്ള കാലത്തോളം വിശ്വാസത്തിന്റെ നായകൻ, പിതാവ് അബ്രഹാം. എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്വന്തം തീരുമാനമല്ല, ദൈവ തീരുമാനമായിരുന്നു ജീവിതം മുഴുവൻ. പ്രിയമുള്ള വിശ്വാസികളെ, മാതാവിന് വേണ്ടി നാം എത്ര പെരുന്നാളുകൾ നടത്തിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം ആരാധനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാലും, എത്രമാത്രം നമ്മൾ വഴിപാടുകൾ നടത്തിയെന്ന് പറഞ്ഞാലും, ദൈവഹിതമായി എന്റെ ജീവിതം മാറിയില്ല എങ്കിൽ ഇതെല്ലാം ഒരു വ്യർത്ഥമായ അനുഭവമായി മാറുകയും. ഞാൻ വിധിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിയുണ്ട്. ഇതെല്ലാം വെറുതെയല്ലേ? ദൈവഹിതം ഈ മാതാവിനെ പോലെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനായിട്ട് ഈ പെരുന്നാളുകൾ നമുക്ക് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാതാവിനെ കുറിച്ച് വീണ്ടും നാം കാണുന്നതായ സുവിശേഷത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭാഗമാണ് ഖാനാവിലെ കല്യാണത്തിന്റെ വേള. എവിടെയാണ് തിരുവനന്തപുരത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേട്ടെ. ഗോസ്പലിലാണ്. ഓ, വലിയൊരു നോളജാണ്. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേർഡ്സ് അതാണ് പറയുന്നത്. അതൊന്നും മറന്നുപോയി. അതൊക്കെ കൊച്ചിലേ നമ്മൾ പഠിക്കാവുന്നതല്ലേ?
വെഡിങ് അറ്റ് കാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചിലെ പഠിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ മറിയ എന്താണ് അവിടെ പറയുന്നത്? നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. മറിയ എന്താ പറഞ്ഞത്? മറിയ ഒരു കാര്യമേ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് തന്റെ പുത്രനോട്. അങ്ങനെയാ വേദോസ്തവത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവർക്ക് വീഞ്ഞില്ല. ഇതിനകത്ത് ഇപ്പൊ എന്തോ ഇത്രയേറെ കാര്യം നമ്മൾ വീട്ടിലാണെങ്കിലും പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ, അതില്ല ഇതില്ല എന്നൊക്കെ പറയും. ഇതിനകത്ത് ഇത്ര വലിയ കാര്യമുണ്ട്. എന്താണ് അതിന്റെ ആഴമായ ദൈവശാസ്ത്ര തലങ്ങൾ? They have no wine. ആ ഭാഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇതുകൂടെ പറയുമ്പോഴേ ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒക്കുള്ളത്. യേശുവിന്റെ അമ്മ അവിടെ സന്നിഹിതയായിരുന്നു എന്നാണ് ആ ഭാഗം തുടങ്ങുന്നത്. മദർ ഓഫ് ജീസസ് വാസ് there. ഇങ്ങനെയാണോ പറഞ്ഞത്? കറക്റ്റ്. They have no wine. ഈ സാന്നിധ്യം എന്ന് പറയുന്നതായ ഒരു വാക്കാണ് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കത്തോലിക്കാരുടെ ഒരു പഠിപ്പീര് തന്നെ ഇങ്ങനെയുണ്ട്. അമ്മയെ കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? മേരി ഈസ് ദ സാക്രമെന്റ് ഓഫ് പ്രസൻസ് എന്നാണ് അവരുടെ ഭാഷയിൽ. നമ്മളങ്ങനെ സാധാരണ പറയാറ്. ഈ ലോകത്തിൽ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ദുരന്തം എന്താ എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്നതായ ഏറ്റവും വലിയ ദുരന്തകരമായ അനുഭവം. എന്താണ്? എല്ലാം വിദൂരതയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായ ഒരു കാര്യമാണ്. നമ്മൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, പേരൻസിനൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ചാറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, അരമണിക്കൂറാണ് ദിവസവും, എനിക്ക് ചിലപ്പോൾ കൂടും. സാന്നിധ്യമില്ലാതെ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് അതിൽ മാസ്റ്റേഴ്സും PhD എടുത്തവരാണ് നമ്മുടെ തലമുറ. സാന്നിധ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എന്താണ്? ബന്ധങ്ങൾ അത്രമാത്രം ദൃഢമല്ല എന്നാണ്. എത്ര നിങ്ങൾ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അപ്പനെ ദിവസം രാവിലെ വിളിക്കും, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ വിളിക്കും. പക്ഷെ അതൊന്നും നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ 1000-1 പോലും ആകുന്നില്ല. നമുക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെന്താ ഇതിലേക്കൊക്കെ എന്താ ചെയ്യും? നമ്മളിവിടെ വന്ന് പെട്ടുപോയില്ലേ? എന്താ ചെയ്യാൻ പറ്റും? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നിങ്ങൾ രാവിലെ വിളിച്ചാലും ഉച്ചയ്ക്ക് വിളിച്ചാലും വൈകിട്ട് വിളിച്ചാലും ഈ സാന്നിധ്യമില്ലായ്മ തന്നെ അത് വിളിക്കുക നികത്താൻ പറ്റും. ബന്ധങ്ങളിൽ നിന്ന് മാറി ജീവിക്കുവാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ജീവിതങ്ങളെ കരുപിടിപ്പിക്കുന്നതായ മനുഷ്യ ജീവിതങ്ങളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരി ഇന്ന് ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വീടിനകത്ത് തന്നെ മനുഷ്യർ തമ്മിലുള്ളതായ ബന്ധങ്ങൾ എപ്രകാരം. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഭാര്യ ഭർത്താവും ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. ഒരേ വീട്ടിൽ തന്നെ അപ്പനും മക്കളും 5 പേരുണ്ടെങ്കിലും അവർ 5 ഭൂഖണ്ഡങ്ങൾ പോലെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് തന്നെയാണോ വാസ്തവത്തിൽ പറയുന്നത്? തന്നെ പരിശോധിക്കുക. സാന്നിധ്യം ഒരു കുദാശയാണ്. സാന്നിധ്യം ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ വിശുദ്ധ മേശയിൽ സംബന്ധിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ മാതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും, തിരിച്ചു പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കൂടെയും നിങ്ങൾ ആയിരിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം സാക്രമെന്റൽ വാല്യൂ ഉണ്ട്. ഇത് സഭ പഠിപ്പിക്കുന്നതായ ഒരു ചിന്തയാണ്. ഈ ലോകത്തിൽ ഇത് നാം തിരിച്ചറിയാതിരുന്നാൽ നാം നേരിടുന്നതായ ദുരന്തം വലിയതാണ്. 2, നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാൻ, അവർക്ക് വീഞ്ഞില്ലായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത ഒരാള് സ്വന്തം മകനോട് പറയുന്നത്? നമ്മളും ആവശ്യങ്ങളൊക്കെ, കാനാവിലെ കല്യാണത്തിനെ കുറിച്ചൊക്കെ പ്രസംഗം പറഞ്ഞ് കേട്ട് പ്രസംഗിച്ച അച്ഛന്മാരും കേട്ട് നിങ്ങളും മനസ്സിലാക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ്
വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരാള് ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സ്വന്തം പുത്രനെ തിരഞ്ഞെടുക്കുന്നത്? ഇത് അല്പം ആലോചനയിൽ വരേണ്ടതായ ഒരു ചിന്ത. ഒന്ന്, ഈ മകനിലുള്ളതായ വലിയ കോൺഫിഡൻസ് ഇവിടെ നമുക്ക് കാണാം. ഞാൻ പറയുന്നതായ ഈ പ്രശ്നത്തിന് പരിഹാരം നിർവഹിക്കാൻ കഴിവുള്ളതായ ഒരു മകനെയാണ് ഞാൻ വളർത്തുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഈ മാതാവിനുണ്ട്. രണ്ട്, മറ്റുള്ളവരുടെ, അവരന്റെ, സമൂഹത്തിന്റെ, ചുറ്റുപാടുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ, വേദനകൾ സ്വന്തം പ്രയാസമായി അംഗീകരിക്കാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും ശ്രമിക്കുന്നതായ ഒരു മാതാവിനെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ അമ്മ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരിലേക്ക് തുറക്കപ്പെടുന്നതായ ഒരു ആത്മീയതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് എൻ്റെ പ്രധാന പ്രബന്ധം. ഇത് സ്വയത്തിലേക്ക് ചുരുങ്ങുന്നതായ ഒന്നല്ല. വേദപുസ്തകം കാട്ടിത്തരുന്ന മാതാവ് മറ്റുള്ളവരിലേക്ക് നമ്മെ ഇറക്കുവാൻ പര്യാപ്തമാണ്. എന്തിനാണ് മാതാവ് അവിടെ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല, അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയും? She is so concerned about the pain of others. Since we are participating in the Marian Lent, we also have a responsibility to open our eyes towards the wider society. There is enough pain in this world. വേദന ധാരാളമുള്ളതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കണ്ടില്ല എന്ന് നമ്മെ നടിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായ അനവധി ആത്മീയതയും വിശ്വാസങ്ങളും നമുക്ക് ചുറ്റുപാടുകളിലും ധാരാളമാണ്. എന്നാൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു അമ്മ കാട്ടിത്തരുന്നതായ ഈ വിശ്വാസധാരയും ആത്മീയതയും മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയാക്കി കാണുകയും അതിന് പരിഹാരം അന്വേഷിക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിത ശൈലിയെ കുറിച്ച്, പരിഹാരം ക്രിസ്തുവിലുണ്ട് എന്ന് ഉറപ്പായി നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു ജീവിതത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരവയവത്തിന് പ്രശ്നമുണ്ടായെങ്കിൽ അത് മൊത്തം ശരീരത്തിന്റെയും പ്രശ്നമാണ് എന്ന് സഭയെ കുറിച്ച് പഠിപ്പിക്കുന്നതായ ഉപമ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ മേശയിലേക്ക് നാം അടുത്തു വരുന്നത് നാളെ വരുന്നുണ്ടല്ലോ. എന്താണ്? കർത്താവ് തന്റെ ശരീരവും രക്തവും മറ്റുള്ളവർക്ക് നൽകിയതിനെ അനുഭവിക്കുന്നതായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മെ തന്നെ നുറുക്കുവാനും കാഴ്ചയപ്പമായി സമർപ്പിക്കാനും തയ്യാറാകുന്നതായ വിശ്വാസധാരയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഈ പെരുന്നാളുകൾ നമുക്ക് ഇടയായിത്തീരണം എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2-3 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്താണ് ഞാൻ പറയുന്നത്. ഞാനായിട്ടൊന്നും പറയാനായിട്ട് ശ്രമിച്ചു. വേദപുസ്തകത്തിൽ ഈ അമ്മ എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക്. അവന്റെ മാതാവ് അവിടെ സന്നിഹിതയായിരുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. ഈ ലോകത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവമാതാവിന്റെ ജീവിത മാതൃക, അമ്മയായുള്ള ഈ വലിയ പുണ്യം, അത് ജീവിതത്തിന്റെ പുണ്യമാക്കി മാറ്റുവാൻ ഈ പെരുന്നാളുകൾ നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ ഇടവകയോടും ചുമതലക്കാരോടും വിശിഷ്യ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോടുമുള്ള എൻ്റെ ഏറ്റവും അഗൈതവമായ സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. കേട്ടതിന് നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം